തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ 51:22. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാവും നമ്മുടെ ശബ്ദവും. അതുപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം എന്നുള്ളതാണ് ദൈവഹിതം. അതുകൊണ്ടാണ് പ്രഭാഷകൻ 43-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. കാരണം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനം, എല്ലാ കഴിവുകളും ദൈവത്തിന്റെ ദാനം. ഈ നാവ് കൊണ്ട് പറയാൻ കൊള്ളാവുന്ന ഏറ്റവും അർത്ഥമുള്ള മൂല്യമുള്ള വാക്ക് ഹല്ലേലൂയ എന്നാണ്. ഹല്ലേലൂയ എന്ന വാക്ക് ഹീബ്രു വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. കർത്താവ് നമുക്ക് ഈ ജീവിതം തന്നു. ആ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ദൈവം തന്ന ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്, ദൈവത്തെ സ്തുതിക്കാനാണ്, ദൈവത്തെ ആരാധിക്കാനുള്ള ജീവിതമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലാണേലും ഓഫീസിലാണേലും സമൂഹത്തിലാണേലും ഏത് ജോലിയാണേലും ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന ബോധ്യത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവസ്തുതിപ്പായി മാറുകയാണ്. അത് മാത്രമല്ല, എൻ്റെ അധരങ്ങളിലും എപ്പോഴും ദൈവസ്തുതി ഉണ്ടാകണം. ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴുമാണ് എപ്പോഴും ദൈവ സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ള ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം സങ്കീർത്തനങ്ങൾ 22:3 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ഇസ്രായേൽ ജനതയെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവസ്തുതിപ്പായിരുന്നു. ദൈവസ്തുതിപ്പിന്റെ സിംഹാസനത്തിൽ ദൈവത്തെ വഹിച്ചുകൊണ്ടാണ് അവർ നടന്നിരുന്നത്. പഴയ നിയമ ജനതയുടെ സ്തുതികീർത്തനങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ബൈബിളിലെ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. അതിന് 150 അധ്യായങ്ങളുണ്ട്, 150 സങ്കീർത്തന ഗാനങ്ങൾ. കാരണം അത്രമാത്രം ദൈവത്തെ അവർ സ്തുതിക്കുന്ന ഒരു ജനതയായിരുന്നു. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തടസ്സമായി ജെറീക്കോ കോട്ട നിന്നപ്പോൾ ആ കോട്ടയെ തകർക്കാൻ അവരുപയോഗിച്ച ആയുധം സ്തുതിപ്പാണ്. ആ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് 7 ദിവസം അവർ ദൈവത്തെ ആരാധിച്ചു സ്തുതിച്ചു നടന്നു. 7-ാം ദിവസം ആ കോട്ട ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. എന്റെ പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പൗലോസിനെയും സീലാസിനെയും പടയാളികൾ പിടിച്ച് ജയിലിൽ അടച്ചു. അർദ്ധരാത്രിയിലും ജയിലിൽ അടയ്ക്കപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുകയല്ല അവർ ചെയ്തത്, ഭയപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. സത്യദൈവം തങ്ങളുടെ കൂടെ ഈ ജയിലിൽ ഉണ്ടാകണം, ജയിലിൽ കടന്നു വരണം. അതിനുവേണ്ടി അവർ ആ ദൈവത്തെ, യേശുക്രിസ്തുവിനെ കീർത്തനം പാടി ആരാധിച്ചുകൊണ്ടിരുന്നു. ആരാധനയുടെ സമയത്ത് ദൈവിക ശക്തി ജയിലിലേക്ക് കടന്നു വന്നു. അവരുടെ കൈകളിൽ കിടന്ന് ചങ്ങല പൊട്ടി താഴെ വീണു. ജയിലിന്റെ കവാടം തനിയെ തുറക്കപ്പെട്ടു. അത്ഭുതം സംഭവിച്ചു. ദൈവിക ശക്തി വ്യാപരിച്ചു. അവിടെ നിന്ന് പടയാളികൾ ഭയപ്പെട്ട് സ്വയം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അപ്പസ്തോലന്മാർ ഓടിച്ചെന്ന് പറഞ്ഞു: പാടില്ല, അങ്ങനെ ചെയ്യരുത്, സാഹസം കാട്ടരുത്. ഉടനെ അവർ ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് ദൈവത്തിന്റെ അധികാരം കടന്നു വരും, ദൈവത്തിന്റെ ശക്തി കടന്നു വരും. അവിടെ യേശുവിനെ അറിയാത്തവരും യേശുവിനെ അറിയാനായിട്ട് തുടങ്ങും. ഇന്ന് ലോകത്ത് തിന്മ പെരുകുന്നുണ്ടെങ്കിൽ, പൈശാചിക തേരോട്ടം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പഴിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. സത്യദൈവത്തെ അറിയുന്ന നമ്മള് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാധാന്യം കൊടുത്ത്, വില കൊടുത്ത്, അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളും ഈ ലോകത്ത് നകന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പരിശോധിക്കണം. ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് ഉത്സാഹമുണ്ടോ? ദൈവത്തെ സ്തുതിക്കുന്നതിൽ നാണക്കേടാണോ? പ്രഭാഷകൻ 51:22 കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കർത്താവ് നൽകിയ നാവ് കൊണ്ട് പാഴ്വാക്കുകളും കുറ്റപ്പെടുത്തലുകളും അശുദ്ധമായ സംസാരങ്ങളും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ ഒക്കെ വാക്കുകളുമാണോ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നു:
മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ട ഒരു സമയം വരുമെന്ന സത്യം നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ നാവിനെ നന്നായി നിയന്ത്രിച്ച്, നാവിനെ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും നന്നായി ഉപയോഗിച്ച് ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയിട്ടുള്ളവര്, അവരുടെ ജീവിതകാലത്ത് നാവാൽ ചെയ്തു പോയിട്ടുള്ള, വാക്കുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും എല്ലാ അപരാധങ്ങൾക്കും നമുക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ അധരങ്ങൾ കൊണ്ട്, ദൈവം നൽകിയ ശബ്ദം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാത്തതിന്റെ കുറവ് അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പരിഹരിക്കത്തക്ക രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി കൂടെ ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. പാട്ടുപാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.